മതധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനാണ് കോൺഗ്രസും ലീഗും ശ്രമിച്ചതെന്ന് പി ജയരാജൻ. ഷാഫി വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. കോൺഗ്രസും ലീഗും ഉത്തരവാദിത്തം സിപിഎമ്മിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടേതാണെന്ന് അറിയാൻ ആദ്യം പരാതി കൊടുത്തത് LDF ആണ്. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാനുള്ള അന്വേഷണം നടത്തണമെന്നും LDF കൺവീനറുടെ നിലപാടിന് ഒപ്പമാണെന്നും പി ജയരാജൻ പറഞ്ഞു. അപ്പോൾ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഹീനമായിട്ടുള്ള പരിശ്രമമാണ് കോൺഗ്രസും ലീഗും നടത്തിയത്. ഇതാകെ മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ LDFും CPMും മതധ്രുവീകരണത്തിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ള പ്രചരണവുമായി പുറപ്പെട്ടിട്ടുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉത്തരവാദിത്വം CPMന്റെ ചുമലിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിന്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് വെളിപ്പെടണം. അതിനുവേണ്ടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പരാതി കൊടുത്തതും വടകരയിലെ LDF നേതൃത്വമാണ്. ഇതാകെ മറച്ചുവെച്ചുകൊണ്ട് LDFനെയും CPMനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിൽ ആരും വീണുപോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താഫിഡ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോസ്റ്റ് ഉണ്ടാക്കിയവരെ ആദ്യം കണ്ടെത്തണം. അതിന് പോലീസിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇതിനുശേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം മനീഷിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് MV ജയരാജൻ പ്രതികരിച്ചില്ല. ആ പോസ്റ്റ് ആരാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് അതിതുവരെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ഏറ്റവും പ്രധാനം. പോലീസിന് അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഫേസ്ബുക്ക് ഉടമക്കും വാട്സപ്പ് ഉടമക്കുമെല്ലാം ഇത് സംബന്ധിച്ച് പോലീസ് കത്തയച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ കാഫിർ പ്രയോഗ ആദ്യത്തെ പോസ്റ്റ് ആരാണോ സൃഷ്ടിച്ചത് അവരുടെ പേരിലുള്ള നടപടിയും പിന്നീട് ഷെയർ ചെയ്തവരെ കണ്ടെത്തുകയുമാണ് വേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞാലാണ് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ സൂചനയുണ്ടാവുക. ഇനി അത് ആര് പോസ്റ്റ് ചെയ്താലും അത് തികച്ചും തെറ്റാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു നടപടിയാണ്.